ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബിഗ് ബോസ് സീസൺ കൂടി വരവായി. എൻ്റെ ഉറക്കം നഷ്ടം. സമാധാനമായിട്ട് കണ്ട സബ്ജക്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ സൈഡിൽ കൂടെ ഉഴപ്പിയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ബിഗ് ബോസ് കയറി വന്നത്. ഞാൻ ഇതുവരെ ഈ ബിഗ് ബോസിനെ പറ്റി ഒരു അപ്ഡേറ്റും എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനൽ ഇട്ടിട്ടില്ല. ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യാൻ നിന്നില്ല. ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ISR റോക്കറ്റ് വിക്ഷേപിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചാൽ അവരാധിക്കും, അത്ര കാര്യമൊന്നുമില്ല അതിൻ്റെ അപ്പുറത്ത്. അപ്പം ഇപ്പം അഗ്നി പരീക്ഷ എന്ന് പറയുന്ന പുതിയൊരു വകുപ്പ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 10-40 കോമണേഴ്സ് ആണെന്നാണ് പറയുന്നത്. കോമണേഴ്സിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്ന പരിപാടി. എനിക്ക് സത്യം പറയാലോ, ഞാൻ ഒരു ഡീറ്റെയിൽസും എനിക്കറിയില്ല. ആരൊക്കെയാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ളത്, ആരൊക്കെയാണ് ഈ അഗ്നി പരീക്ഷ കൊണ്ട് ഉമ്മാർ എന്ത് ഉദ്ദേശിക്കും, ഒന്നും എനിക്കറിയില്ല. ഞാൻ ഒന്നും ഫോളോ ചെയ്തതേ ഇല്ല. അതിനുള്ള സമയവും കിട്ടിയില്ല, അതിനുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടായിരുന്നില്ല. അതാണ് കാര്യം. അപ്പോൾ ഇന്ന് രാവിലെ 12 മണിക്ക് 12 AM ഉമ്മാര് ഈ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിനകത്ത്. എന്നാൽ വൃത്തിയേട്ടന്മാരെ ബിഗ് ബോസ് തുടക്കം തന്നെ നാറിയ പരിപാടി കാണിക്കല്ലേ. കറക്റ്റ് 12 മണിക്ക് ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ച്വാലിറ്റി വേണം. ഇത് നീ എത്ര മണിക്ക് ഇട്ടത്? ഞാൻ 12 മണിക്ക് നോക്കിയിരിക്കും. ഇത് എനിക്ക് മാത്രമാണോ വരാത്തതെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. അങ്ങനെ 12:30 കഴിഞ്ഞ് പിന്നെ 12:50 കണ്ടായപ്പോഴാണ് ഉമ്മാർ എപ്പിസോഡ് ഇടുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത്. വൃത്തിയുടെ പരിപാടി കാണിക്കില്ല കേട്ടല്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എപ്പിസോഡായിട്ട് മര്യാദക്ക് ഇടാൻ പഠിക്കണം. ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 12 മണിയായിട്ട് നോക്കിയിരിക്കുക അല്ലേ. അപ്പം നമ്മളെന്തോ പറഞ്ഞു വന്നത്, നമ്മൾ ബിഗ് ബോസിന്റെ അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞാൽ 5-6 കോമണേഴ്സിനെ മത്സരമൊക്കെ വെച്ചിട്ട് എടുക്കുന്ന പരിപാടിയുടെ അത് 10-40 കോമണേഴ്സ് എന്നും പറഞ്ഞ് പിള്ളേരെ കൊണ്ടുവന്ന് ഇവരെ കണ്ടിട്ടൊരു കോമണർ എന്ന് പോയിട്ട് ഒരു 1-2 പേരെ കോമണർ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു മെജോറിറ്റി ആളുകൾ മോഡൽ അങ്ങനെയുള്ള ടീംസ് ഒക്കെയാണ്. ഓക്കെ, മോഡൽസിനെ ഒക്കെ നമ്മൾ കോമണർ കാറ്റഗറി പെടുത്താൻ പറ്റുമെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെയും പോവാം. പിന്നെ കുറേയൊക്കെ നോൺ ഫേസ്ഡ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഫേസ് പോലെയൊക്കെ എവിടേക്കോ കണ്ടിട്ടുള്ള പോലെ ഫേസിനെയൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഇവരൊക്കെ ഇനി തപ്പിപ്പോണം ഇവരെ എവിടെയാണ് കണ്ടത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മൾ ഇതുവരെ കാണാത്ത ഫേസുകളെയൊന്നും അല്ല, കുറെ കാണാത്ത ഫേസുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ കോമണർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ തനി കോമണർ ആ ഒരു സെറ്റപ്പ് വരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. ഗോപിക താനേ കോമണർ തൊട്ടി ലുക്ക് ആ സെറ്റപ്പ് അല്ലേ പറഞ്ഞത്. എന്നാലും എന്താ പറയാ, ഒരു അത് എന്തരിലേക്ക് ആവട്ടില്ല. അപ്പൊ ഇത് കൂടുതലും മോഡൽസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സോ പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായി പറയാനുള്ളത്, ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഈ മെയിൻ ചാനലിൽ ഇടുന്നു. ഇനിയുള്ള എല്ലാ വീഡിയോയും നമ്മുടെ സെക്കൻഡ് ചാനലും, എനിക്ക് മൊത്തം 3 ചാനലാണുള്ളത്. ലൈഫ് ഓഫ് അനന്തു, ലൈഫ് ഓഫ് അനന്തു 2.0, ലൈഫ് ഓഫ് അനന്തു വ്ളോഗ്സ്. നമ്മുടെ മെയിൻ ചാനലല്ല, രണ്ടാമത്തെ 2.0-യിലായിരിക്കും ഇനിയുള്ള ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോയും വരാൻ പോകുന്നത്. അപ്പോൾ കാണണം എന്ന് താല്പര്യമുള്ളവർ ആ ഒരു ചാനൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ അത് കൊളാബ് ചെയ്യുന്നുണ്ട്, ആ ചാനലോടെ കൊളാബ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ ആ ചാനൽ നിങ്ങളൊന്ന് നോക്കി വെച്ചുതരാം. ഇപ്പം നിങ്ങൾ കാണുന്ന സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടണത്ത് ഞെക്കുവാണെങ്കിൽ 2 ചാനൽ വരും. ഒന്നും ഇവിടെ മെയിൻ ചാനലും, ഒന്നും മറ്റേ 86K എങ്ങാണ്ട് ഫോളോവേഴ്സ് ഉള്ള സെക്കൻഡറി രണ്ടാമത്തെ ചാനലും അതിനകത്തായിരിക്കും വരാൻ പോകുന്നത്. സോ അത് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വീഡിയോ മൊത്തം അതിനകത്തായിരിക്കും വരുന്നത്. അപ്പം അഗ്നി പരീക്ഷയുടെ ഒരു സെറ്റ്, ഒരുമാതിരി നീല സെറ്റ് കണ്ട എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലൊക്കെ ഇരിക്കുന്നു. മൊത്തത്തിലൊരു നീലമായ ഒരു ഊള സെറ്റ് തട്ടിക്കൂട്ടം കണ്ടാണ്. അഗ്നി പരീക്ഷ വലിയ പൈസ ചെലവില്ലാതെ തട്ടിക്കൂട്ടാനുള്ള പരിപാടിയായിരുന്നു. നമ്മുടെ റെനീഷയായിരുന്നു ആങ്കർ. ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പ്രൊമോയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജസിനെ പറ്റി 2 വാക്ക് പറയണം. ജഡ്ജസിനെ പറ്റി 2 വാക്ക് പറയാതെ പറ്റൂലല്ലോ. റെനീഷ തന്നെ 2 വാക്ക് പറയുന്നുണ്ട്. നമുക്ക് റെനീഷ പറയുന്ന 2 വാക്കുകളത് കേൾക്കാം. ജഡ്ജസിനെയൊക്കെ പൊക്കി അടിച്ചു വെച്ചേക്കുക. അതെ, അഗ്നി ഗോളങ്ങൾ 3 സീറ്റിലിരിക്കുന്ന 3 ഗോളങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയൂ? 1 റിയാസ് ഗോളം, 2 അഖിൽമാരാർ ഗോളം, 3 രഞ്ജിനി ഹരിദാസ് ഗോളം. രഞ്ജിനിയെ പിന്നെ നമുക്കോട്ട് മാറ്റി നിർത്താം. ബാക്കി 2 ഗോളങ്ങൾ അയ്യോ വല്ലാത്ത ഗോളങ്ങളാ. അഖിൽമാരാറൊക്കെ പ്രത്യേകിച്ച് ഇപ്പം ഗോളമായിട്ട് ഇപ്പൊ ആകാശത്ത് തിളങ്ങി നിൽക്കുക. കറക്റ്റ് സമയത്ത് ലോഞ്ച് ചെയ്തത്. അതെ ഗൈസ്, ജനമനസ്സുകളിൽ ഇടം നേടിയ 3 ഗോളങ്ങൾ. അഖിൽമാരാർ ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയതിനെയൊക്കെ പറ്റി ഞാനൊന്ന് ആലോചിച്ചത് പറഞ്ഞപ്പോ എൻ്റെ അഖിൽമാരാർ ഇത്രയും അടുത്ത കാലത്ത് ജനമനസ്സുകളിൽ ചവിട്ടി തേച്ച് ഇടം നേടിയ വേറൊരു വ്യക്തി കാണത്തില്ല. കറക്റ്റ് സമയത്താണ് ഇത് ഇറക്കി വിട്ടത്. അത്രത്തോളം ഇടം നേടിയിട്ടുണ്ട്. കൊണ്ട് പിന്നെ കോക്കി തുപ്പും രീതിയിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അഗ്നി ഗോളങ്ങളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഒരു കാലത്ത് നിരവധി യോദ്ധാക്കളുമായി അവർ യുദ്ധം ചെയ്തു. റിയാസ് യുദ്ധം ചെയ്ത യോദ്ധാവ്
പുറത്ത് കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുക. പൈസ കൊടുക്കാനുള്ളവന്മാര് വന്ന് വീട് തിരക്കുന്നത്. ഇപ്പൊ ഓരോന്നോരോന്ന് ആ യോദ്ധാവിന്റെ ഇപ്പൊ പുറത്ത് വരാൻ പോവുക. ഇറിയാസ് യുദ്ധം ചെയ്ത യോദ്ധാവ്. പിന്നെ അഖിൽമാരാർ യോദ്ധാവിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയല്ല. അഖിൽമാരാർ യുദ്ധം ചെയ്ത യോദ്ധാക്കൾ എങ്ങോട്ട് പോയോ എന്ന് അറിയത്തില്ല. പക്ഷെ അഖിൽമാരാർ രാജാവായിരുന്നല്ലോ. രാജാവിന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. പിന്നെ രഞ്ജിനി ഹരിദാസ് മറ്റേ CJP പ്രൊട്ടസ്റ്റിനൊക്കെ പോയതിന്റെ പേരില് കൂട്ടത്തിൽ ഇച്ചിരി ചെയ്ത പേരില്ലാതെ നിൽക്കുന്ന രഞ്ജിനിക്ക് മാത്രമാണ്. ബാക്കി യോദ്ധാക്കളുടെ കാര്യമൊക്കെ കുറച്ച് പരിതാപകരമാണ് കേട്ടോ. അവരുടെ നിഴലുകൾ പോലും പോരാടി. ഇത് നമ്മുടെ അഖിൽമാരാറിന്റെ നിഴല കേട്ടോ. അഖിൽമാരാറിന്റെ നിഴല് പോലും പോരാടി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ നിഴല് കണ്ട ആളുകൾ പച്ചപ്പിലായിട്ട് പറയുന്ന അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, നിഴല് പോലും പോരാടി എന്ന്. ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെ ഈ പറയുന്ന നമ്മുടെ ജഡ്ജസിന്റെ എടുക്കുന്ന ഇന്റർവ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടത്. ജഡ്ജസിനെ പരിചയപ്പെടുത്തുന്ന സീനാണ്. അന്നേരം ഓരോരുത്തരും വന്നൊരു ഡയലോഗ് അടിക്കും. ഇന്നത്തെ രഞ്ജിനി ഹരിദാസ് വന്നൊരു ഡയലോഗ് അടിക്കും ഇവിടെ. ഇപ്പത്തെ പറഞ്ഞിട്ടാ ഇവിടെ എല്ലാവരും ശബ്ദമുയർത്തും, പക്ഷെ വ്യക്തമായ നിലപാടുകൾ അതുണ്ടാവില്ലെന്ന്. ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തോട്ട് കാണിക്കുന്ന അഖിൽമാരാറിനെ. കറക്റ്റ്. എനിക്കൊന്ന് അഖിൽമാരാറിനെ തേമ്പാൻ വേണ്ടി ഇറക്കിയ ഡയലോഗ് പോലെ തോന്നിയത്. വ്യക്തമായ നിലപാട് അത് കാണൂല. അങ്ങനെ നമ്മുടെ ഓരോരുത്തരെയും സ്റ്റേജിലോട്ട് വിളിക്കും. ആദ്യം റിയാസ് വരും, അത് കഴിഞ്ഞ് അഖിൽമാരാർ വരും. അഖിൽമാരാർ വരുമ്പോ അഖിൽമാരാർക്ക് ഇട്ടുകൊടുക്കുന്ന പാട്ട് ഏതെന്നറിയോ? ബാഡ് ആസുമ, ചീത്ത ചന്തി. പാട്ടൊക്കെ ഇതാണ് കേട്ടോ. ചീത്ത ചന്തിമ എന്നും പറഞ്ഞിട്ടാണ് അഖിൽമാരാറിനെ വരവേൽക്കുന്നത്. അഖിൽമാരാർ വരികയാണ്. വരന്നിരുത്തണ്ണൻ മറ്റേ നക്കി തുടയ്ക്കുന്നു മാസ് എന്നും പറഞ്ഞിട്ട് ആരണ്ടേക്ക് നോക്കി കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു പട്ടിയും ഇല്ല. ഊക്ക് കിട്ടി ചത്ത് കിടന്നാൽ എന്താ, സ്റ്റൈലിനൊരു കുറവില്ല എന്നുള്ളതാണ്. അങ്ങനെ ജഡ്ജസ് 3 വരും. അത് കഴിഞ്ഞിട്ട് രഞ്ജിനി ഹരിദാസും വരും. രഞ്ജിനി എല്ലാവരും കൂടെ പിടിച്ച് അവിടെ ഒരു 3 കസേര ഇട്ടിട്ടുണ്ട്, അവിടെ കൊണ്ടിരുത്തും. ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേ ഈ 40 പേരെയാണ് 10,000 പേര് ലക്ഷങ്ങളോ അങ്ങനെ എന്താ പറയുക, ഇത്രയും കോമൺ സൈസിൽ നിന്ന് 40 പേരെ ഇവർ ഫൈനലി സെലക്ട് ചെയ്തു. ഈ 40 പേരെ കൊണ്ടാണ് ഈ പരിപാടികൾ നടത്തിക്കാൻ പോകുന്നത്. അപ്പൊ ഈ 40 പേര് വെച്ചിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു 20 പേര് ഇവർക്ക് ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഗ്രൗണ്ടിൽ കൊണ്ട് ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് വേണ്ട ടാസ്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇവിടെ കുറെ താക്കോൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഈ താക്കോലിനകത്തൊരു ക്ലൂ ഉണ്ട്. ഈ താക്കോൽ പറയുമ്പോൾ ഒരു ചോദ്യം കൂടെ കിട്ടുന്നത്. അതിന്റെ അപ്പുറത്ത് വേറൊരു ഗ്രില്ലുണ്ട്, അവിടെ ഒരു പൂട്ടുണ്ട്. ആ പൂട്ടിനകത്തൊരു ആൻസറും ഉണ്ടാവും. ഇവർ ഈ താക്കോല് പറിക്കണം, അതിനകത്തൊരു ചോദ്യം കിട്ടും. ആ ചോദ്യമായിട്ട് അവിടെ പോയിട്ട് ആ ചോദ്യത്തിന്റെ ആൻസർ ഏത് പൂട്ടിനകത്താണോ ഉള്ളത് അത് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ആ 2 കാർഡും കിട്ടും. ആ 2 കാർഡുമായിട്ട് പോയിട്ട് അവിടെ നിൽക്കാം. അങ്ങനെ ആദ്യം 20 പേര് കയറുന്നവർ 40 പേരിൽ നിന്ന് സെലക്ട് ആവും. ഇതാണ് പരിപാടി. അങ്ങനെ താണ്ട് ഇവര് പൂട്ട് പറിക്കാൻ തുടങ്ങി, താക്കോല് പറിക്കാൻ തുടങ്ങി. താക്കോല് പറിച്ച് തോണ്ട ഓടി ഇവിടെ ഗ്രില്ലിന്റെ അടുത്ത് വരുന്നു, തുറക്കുന്നു. അങ്ങനെ ഒരു 19 പേര് കയറുകടെ. 19 പേര് കയറും. ഒരാള് മാത്രം പൂജ എന്നാണ് അതിന്റെ കൊച്ചിന്റെ പേര്. എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തൊന്നുമില്ല, ഇതെല്ലാവരും ഒന്ന് സെലക്ട് ഒന്നും ആവത്തൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരാടെ പൂട്ട് മാത്രം തുറക്കുന്നില്ല. പൂജയുടെ കയ്യിൽ ക്ലൂ ഇരിപ്പുണ്ട്, താക്കോലും ഇരിപ്പുണ്ട്. തുറക്കാതെ വന്നപ്പോഴത്തേക്ക് പൂജയുടെ തൊട്ടടുത്ത് പറഞ്ഞേ ഞാൻ സഹായിക്കാന്നും പറഞ്ഞിട്ട് ഇവിടെ ഇത് താക്കോലില്ല, അവനങ്ങ് ഇസ്കി അങ്ങ് എടുക്കും. എന്നിട്ട് അവനങ്ങ് തുറക്കാൻ വേണ്ടിയിട്ട് കിടന്നങ്ങ് ശ്രമിക്കുക. അപ്പോഴത്തേക്ക് അടിയാവും. ഇത് എന്റെ താക്കോല്, എന്റെ ക്ലൂ, ലവന് തട്ടിയെടുത്തു എന്നുള്ള രീതിയിൽ. അവിടെ സത്യത്തിൽ ചെറിയൊരു അടി നടക്കേണ്ടതാണ്. പൂജ സത്യത്തിൽ കണ്ടിട്ടൊരു ബിഗ് ബോസ് മിത്തിലായിട്ട് തോന്നി. അങ്ങനെ പൂജ ഇവിടെ വരെ ഞാൻ എത്തിയിട്ടുണ്ട്, തുറക്കുന്നൊക്കെ പറഞ്ഞ 2 കണ്ണീരൊക്കെ അങ്ങോട്ട് ഒലിപ്പിക്കും. തുടങ്ങിയില്ല. അതിന് മുമ്പേ കണ്ണീർ കയ്യിൽ കൈയിട്ടിളക്കുന്ന പരിപാടിയാണ് ഗൈസ് നമ്മൾ ഈ അക്ടിവിറ്റീസിൽ കണ്ടത്. പൂട്ട് തുറക്കാൻ പറ്റുന്നില്ല, പൂട്ടെന്തോ ജാമായി പോയതാണ്. ആൻഡ് ഫൈനലി റനീഷ ആങ്കർ വന്ന് ഇടപെട്ടിട്ട് പറയും 2 ഗ്ലൂവും പൂജയുടെ കയ്യിലുണ്ട്. അങ്ങനെ ഓഫ് കോഴ്സ് അതിന്റെ പൂട്ടിന്റെ താക്കോല് ആ പൂട്ടിന്റെ താക്കോല് പൂജയുടെ കയ്യിരിക്കുന്ന സാധനം തന്നെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പൂട്ട് തുറക്കാൻ പറ്റുന്നില്ല. 2 ഗ്ലൂവും പുള്ളിക്കാരത്തിയുടെ കയ്യിലുണ്ടായതുകൊണ്ട് പുള്ളിക്കാരത്തിയെ, ഈ പൂജ എന്ന് പറയുന്ന വ്യക്തിയെ 20ാമത്തെ സ്ഥാനത്തിലോട്ട് അവർ വിടും. ആൻഡ് ഇവരെല്ലാവരും പിന്നെ നമ്മുടെ മെയിൻ ഫ്ലോറിൽ വരും. ഫ്ലോറിൽ വന്നിട്ട് ജഡ്ജസിനടുത്ത് ഇന്ററാക്ട് ചെയ്യാണ്. അതിന് ഇതാണ് നമ്മുടെ പൂജ എന്നിട്ട് പറയും എനിക്ക് ഇതിനകത്തൊരു കാര്യം മനസ്സിലായി, ഓരോരുത്തരും ഇവിടെ വിശ്വസിക്കാൻ പാടില്ല എന്ന്. അപ്പൊ ആ മൊമെന്റിൽ അഖിൽമാരവരുടെ ഡയലോഗ് അടിക്കും, വഴി കാണുന്നവനെ ഒന്നും വിശ്വസിക്കാൻ പോകരുത്. അതെ, ഈ രഞ്ജിനി മൊത്തം അഖിൽമാരാറിനെ കൊല്ലാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. അഖിൽമാരാർ എന്ത് കൗണ്ടർ അടിച്ചാലും അതിന് തിരിച്ച് കൗണ്ടർ അടിക്കാൻ നിൽക്കുകയാണ്. രഞ്ജിനിയുടെ വായിന്നൊരു ഡയലോഗ് വരും.
വഴി കാണുന്നവനെ മാത്രമല്ല പരിചയമുള്ളവനെ വിശ്വസിക്കാൻ പാടില്ല. അപ്പുറം ഇപ്പുറം രണ്ടാമായി എടുത്തിട്ടാണ് പറയുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനം ഈ MLA തോറ്റന്നെ വെച്ചിട്ടും രഞ്ജിനി കൊടുക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് തീരാൻ നേരത്ത് തോറ്റ MLA എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പുറത്ത് അഖിൽമാരാർ കയറി നിൽക്കുമ്പോഴാണ് ഈ അഗ്നിപരീക്ഷയുടെ ഷൂട്ട് നടക്കുന്നത്. ആ സമയത്താണ് ഇത് എടുക്കുന്നത്. പുറത്തുനിന്ന് നോക്ക്, അകത്തുനിന്ന് നോക്ക്, വന്നവനും പോയവനും എല്ലാവരും വന്ന് പച്ചയ്ക്ക് ആട്ടിയിട്ട് പോവാ മാരാറിനെ. ഒരവസ്ഥ നോക്കണേ. ആ 3 ജഡ്ജന്മാരുടെ കൂട്ടത്തിൽ ഒരു വിന്നറാ, കാര്യമില്ല, പട്ടികല്ല. ആൻഡ് ഇതിന് ശേഷമാണ് ഒരു മാല പരിചയപ്പെടുത്തുന്നത്. ഒരു ഇൻഫിനിറ്റിയുടെ ലുക്കുള്ളൊരു മാല. ഇതാണ് ഈ സാധനം. ഇൻഫിനിറ്റി പെൻഡന്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവർ ജയിക്കുന്നവർക്ക് ഈ സാധനം കഴുത്തിലിട്ട് കൊടുക്കും. എന്തൊക്കെയോ പവർ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പവറിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ലോഗോ ചൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇൻഫിനിറ്റിയുടെ സിമ്പിൾ ഇത് അങ്ങനെയാണല്ലോ ഇൻഫിനിറ്റി നമ്മൾ കാണിക്കുന്നത്. നേരെ വെച്ച് കഴിഞ്ഞാൽ 8ാമത്തെ സീസൺ മേ ബി അതുകൊണ്ടായിരിക്കണം അങ്ങനെ വിളിക്കുന്നതിനെ. ഇതിന് ശേഷമാണ് ഈ 3 ജഡ്ജന്മാരിരുന്നിട്ട് 3 ടീമിനെ വിളിച്ചിറക്കും. ഇവർ 3 പേരും 3 ടീമിനെ, അഖിൽമാരാർ ഒരു ടീമിനെ, അല്ലെങ്കിൽ രഞ്ജിനി ടീം, അതുപോലെ തന്നെ റിയാസ് ടീം. ഈ ടീമിനെ വിളിച്ചിറക്കിയത് അഖിൽമാരാർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് ടീമിനെ വിളിച്ചിറക്കുന്നത്. അഖിൽമാരാർ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ പറയുന്ന ആണുങ്ങളാണ്. അഖിൽമാരാർ ടീമിലോട്ട് വരുമ്പോഴത്തേക്ക് മൊത്തം ആണുങ്ങൾ. അവസാനം പെൺപട അതിനകത്ത് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു പെൺകൊച്ചിനെ അതിനകത്തോട്ട് വിളിച്ചിരുത്താണ്. ആൻഡ് മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനി വിളിക്കുന്ന ടീം മൊത്തം ഗേൾസ്. രഞ്ജിനിയുടെ ടീമിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരത്തി അറിഞ്ഞു വെച്ചിട്ട് വിളിച്ചതാണ്. പിന്നെ റിയാസിന്റെ ടീമിലോട്ട് വരുമ്പോഴാണ് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. പക്ഷെ റിയാസ് വിളിച്ചതിന്റെ മാനദണ്ഡം മുടിയുടെ കളറ്, പെൺകുട്ടികളുടെ സ്കിന്നിന്റെ കളറൊക്കെ നോക്കിയിട്ടാണ് അവൻ കുട്ടികളെ അതിനകത്തോട്ട് തിരഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ മോഡൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതിനകത്ത്. മോഡൽസിന് നമുക്ക് കോമണേഴ്സിന്റെ ലിസ്റ്റ് പെടുത്തായിരിക്കും ഇല്ലേ, എനിക്ക് അറിയില്ല. പിന്നെ നമുക്ക് കോമണർ എന്ന് പറഞ്ഞ് പോയായിരുന്നു. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. അനഘ RJ ആണ്. RJകളൊക്കെ ഒരു പബ്ലിക് ഫിഗർ അല്ലേ. നമ്മൾ സൗണ്ട് മാത്രമേ അവരുടെ കേൾക്കുന്നുള്ളെങ്കിൽ പോലും അത്യാവശ്യം പബ്ലിക് ഫിഗർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. RJ അനഘ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരൊക്കെ കോമണർ കാറ്റഗറി പെടുത്താവോ? ഈ കോമണർ എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ എന്താണ് എന്ന് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന കോമണർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജോലി ചെയ്യുന്ന, അങ്ങനെയുള്ള വളരെ എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ് ഞാൻ കോമണറായിട്ട് കാണുന്നത്. അല്ലാതെ ഒരു ഗ്ലാമറസ് ഫീൽഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ RJ ആയിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന, ഇതിപ്പം സാധാരണക്കാരും ആക്ടേഴ്സായിട്ടുണ്ട്, സാധാരണക്കാരും വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ യൂട്യൂബേഴ്സായിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സാധാരണക്കാരിൽ ഏറ്റവും താഴേക്കിടെ കിടക്കുന്ന ആളുകളെ കൊണ്ടുവരണം. ഏതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു കോമണർ. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ RJ അനഘയെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ റിയാസ് ആണ്. റിയാസ് ഈ RJ അനഘയെ വിളിച്ച ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അഖിൽമാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അതിന് അനഘ കൈവെക്കും. അങ്ങനെയാണ് അനഘയെ റിയാസിനെ ടീമിൽ എടുക്കുന്നത്. എന്നിട്ട് ഈ ഇവരുടെ സെൽഫ് ഇൻട്രോ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അനഘ പറയുകയാണ്, എനിക്ക് അഖിൽമാരാറാണ് ഇഷ്ടം. അന്നേരമുള്ള റിയാസിന്റെ വളിച്ച മോന്തയാണ് നിങ്ങളെ പോയി കാണുന്നത്. മനസ്സിലായോ? പുള്ളിക്കാരത്തി പറഞ്ഞ എന്താണ്, ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അഖിൽമാരാറാണ് പുള്ളിയാണ് ഇഷ്ടം. പക്ഷെ പുള്ളിയുടെ പൊളിറ്റിക്കൽ സാധനം ഒയ്യോ വെറുപ്പിക്കലാണ്. ഒരു രീതിയിൽ അതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്കും ഇതേ ഒപ്പീനിയൻ തന്നെയാണ്. ഇങ്ങനെ ബിഗ് ബോസ് സീസണിൽ നിന്ന സമയത്ത് ഇങ്ങനെ വല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സീസൺ അഖിൽമാരാർക്ക് വേണ്ടി തീരെഴുതി കൊടുത്തൊരു സീസണായിരുന്നു. സെക്കൻഡ് ആരാണെന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. സെക്കൻഡിന് വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു. കാര്യം അത്രയും ഡൊമിനേറ്റ് ചെയ്ത് നിന്ന പെർഫോമൻസ് ആയിരുന്നു അഖിൽമാരാറിന്റെ. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം ബാക്കിയുള്ള റോബിന്റെ സീസണിലൊക്കെ അഖിൽമാരാറിനെ പിടിച്ചിട്ടിരുന്നാൽ പോലും അഖിൽമാരാർ അടിച്ചു നിന്നേനെ. റോബിന്റെ കൂടെ അടിച്ചു നിന്നല്ല, റോബിൻ അഖിൽമാരാറിന്റെ കൂടെ അടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. പുള്ളിക്ക് 5-6 നിലപാടും കുറെ വിടുവായ്ത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം സംസാരിച്ച് നിൽക്കാനും ഇച്ചിരി ബുദ്ധിയും ഇവരൊക്കെ ഉള്ളവനാണെന്ന് തന്നെയാണ് ഞാൻ സ്റ്റിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അഖിൽമാരാർ ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പൊളിയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മളൊന്നും പറയുന്നില്ല കേട്ടോ, ഒന്നും പറയുന്നില്ല. ആ ബിഗ് ബോസിന് ആവശ്യമായിട്ടുള്ള തൊട്ടിത്തരങ്ങളും എല്ലാ പട്ടിത്തരങ്ങളും അഖിൽമാരാറിന്റെ കയ്യിലുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ വിന്നർ എന്നുള്ള രീതിയിൽ അഖിൽമാരാർ കൊള്ളാം. അതിന് ആ ഒരു ചോദ്യത്തിന് ഞാൻ പറയുമ്പോഴത്തേക്ക് റിയാസ് ഇവളാണോ ഞാൻ എൻ്റെ ടീമിലെടുത്ത എന്നും പറഞ്ഞ് വലിച്ചങ്ങ് പോകും. പിന്നെ അതാണ്ട വേറൊരു പയ്യൻ അഭിരാമൻ എങ്ങാണ്ടാണ് ഇവന്റെ പേര്. ജോലി കളഞ്ഞിട്ട് വന്നവന് ജിം ട്രെയിനർ ആയിരുന്നു. അവൻ്റെ അടുത്ത് മുതലാളി ചോദിച്ചെന്ന് നിനക്ക് ബിഗ് ബോസ് വേണോ അതോ ജോലി വേണോ? അവൻ പറഞ്ഞു എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ അവൻ ജോലി കളഞ്ഞിട്ട് വന്നവനാണ് ബാംഗ്ലൂരിൽ നിന്ന്. പാവപ്പെട്ടവനെ കിട്ടട്ടെ, നല്ലൊന്ന് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെയാണ് ഇന്നത്തെ എന്റെ താരം. ഇവിടെ ലുക്കിനൊന്നും കളിയാക്കൊന്നുമല്ല, എന്തൊരു വെറൈറ്റി ലുക്ക്. ഈ ലുക്കും ഇവരുടെ സംസാരവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നുള്ളതാണ്. ലുക്ക് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഫോറിൻ സെറ്റപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തനി എറണാകുളംകാരി. അടുത്ത കക്ഷിയാണ് ഇവൻ പ്രണവ്.
ഇവന്റെ സംസാരം മറ്റേ വാർത്ത വായിക്കുന്ന പോലൊക്കെയാണ്. പക്ഷെ ഗെയിമിലോട്ട് വന്നപ്പോഴത്തേക്ക് അണ്ണം പുലിയ. അത്യാവശ്യം കളരിയും കാര്യങ്ങളും മെന്റലിസം ഒക്കെ പഠിച്ചവനാണെന്നും പറയുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ടാസ്ക് ഇതായിരുന്നു, ഇൻവേർട്ടഡ് ആയിട്ട് മറ്റേ ഇതുണ്ടാക്കുക. ഇങ്ങനെയൊക്കെ പൊളിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. രഞ്ജിനിയുടെ ഒരു കരുനാക്ക് കാണിച്ചു തരാവേ. ലവൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കളരി, അവൻ കിടിലമായിട്ട് താണ്ട് സാധനം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു. അവനാണ് ഫസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത്. അതെല്ലാം രഞ്ജിനി കണ്ടിട്ടുണ്ട്. പ്രണവ് is doing very well പറഞ്ഞങ്ങോട്ട് നാക്കെടുത്തില്ല. അതിന് മുമ്പേ എന്തൊരു നാക്കടേ ഇത്. ബൈ ദ വേ ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് റിയാസിന്റെ ടീമാണ്. ഇവർ 3 ടീമിനെ തിരിച്ചായിരുന്നല്ലോ. അതിൽ റിയാസിന്റെ ടീമാണ് ആദ്യം വന്ന് മത്സരിക്കുന്നത്. അവർക്ക് കിട്ടിയ ഇതാണ്. ആൻഡ് പ്രണവിന്റെ പൊളിഞ്ഞ് വീണെങ്കിലും അവനാണ് ആ ഒരു ഗെയിമിൽ ജയിക്കുന്നത്. 3 പേര് നല്ല രീതിയിൽ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നു. ഈ നമ്മുടെ പൂജ ഒരു കിളിപോയ സാധനമാണ് കേട്ടോ. പൂജയുടെ കപ്പ് താഴെ പോയ സമയത്ത് മറ്റേ തൊട്ടടുത്തിരിക്കുന്ന അനഘയുടെ അടുത്തോട്ടാണ് തെറിച്ചു പോകുന്നത്. അനഘ എങ്ങനെങ്കിലും ഇത് ഒപ്പിച്ചിങ്ങനെ വെച്ചേക്കാണ്. അപ്പോഴാണ് പൂജ വന്ന് കയറുന്നത്. നോക്കിക്കോ, അതാണെങ്കിൽ കാറ്റടിച്ചാൽ മറിയൊന്നും പറഞ്ഞ് നിൽക്കുക. അതിന് പൂജ അതിന്റെ ഇടയിൽ കൂടെ പോയി കപ്പെടുക്കാൻ വേണ്ടി പോകുന്നു. അവള് വിളിച്ച് മാറ്റി തട്ടിത്തായിട്ട് കുളവാക്കിയത്. ആ മത്സരം കഴിയും. ഈ മറ്റേ പ്രണവ് നേരത്തെ കാണിച്ച ജിമ്മിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നവൻ മറ്റേ RJ, ഇവർ 3 പേരാണ് നല്ല രീതിയിൽ അത് പണിയുന്നത്. പക്ഷെ എസ്തറ്റിക്കലി ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് മറ്റേ പ്രണവ്, പച്ചടുപ്പെട്ടവന്റെ ആണെന്ന് മനസ്സിലാക്കിയ അവനാണ് മറ്റേ മാല ഇട്ട് കൊടുക്കുന്നത്, പെൻഡന്റ് ഇൻഫിനിറ്റി. ആൻഡ് ബാക്കി ഉള്ള ആളുകൾ, തോറ്റ ആളുകൾ, ഇവർ ഔട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലോട്ട്, ഒരു ഡേഞ്ചറസ് സോൺ സെറ്റപ്പിലോട്ട് ഇട്ട് ബാക്കിയുള്ള ആൾക്കാരെ അപ്പുറത്ത് കൊണ്ടിരുത്തും. അപ്പൊ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഈ 4 പേരാണ് ഔട്ട് ഹൗസിൽ എത്തിയത്. എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയിട്ട് തോന്നിയത് ഈ ചേച്ചിയാണ്, നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിക്കാരി. കരുനാഗപ്പള്ളി കൊല്ലമാണ് ഞാൻ. എവിടാണ് ചേച്ചി ഇത്? ഞാനും കരുനാഗപ്പള്ളി. നമ്മുടെ കരുനാഗപ്പള്ളിക്കാരി അറിഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അഡ്വക്കേറ്റ് ആണ്. ഇത് രഞ്ജിനിയുടെ ടീമാണ് കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് രഞ്ജിനിയുടെ നാണ്ട് ഈ ഒരു പെങ്കൊച്ചു വരും. ഇതിനെ കണ്ടില്ല, മറ്റേ പെങ്കൊച്ചുണ്ടല്ല, ആനെന്ന് പറയുന്നത് അലറുന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ ബിഗ് ബോസ് സീസണിൽ. അതിന്റെ കൂട്ടാനിരിക്കുന്നു കേട്ടോ. ഇവര് വരുന്ന സമയത്ത് ഇവരുടെ ചോദിക്കും ഏറ്റവും ഫേവറേറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരായിരുന്നു. രഞ്ജിനിയുടെ ടീമാണ് ഇവര്. അന്നേരം ഉടനെ ഇവര് പറയും രഞ്ജിനി ഹരിദാസ് ചേച്ചിയാണ് എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. പക്ഷെ ഇവിടെ മറ്റേ എഴുതി കൊടുത്തേക്കുന്ന ഫോമിനകത്ത് പേളിവാണി എഴുതി കൊടുത്തേക്കുന്നത്. അയ്യോ, ഇമാതിരി കൊള്ളികള്. ആ വളിച്ച മോന്ത കണ്ട, വളിച്ച മോന്ത കണ്ട, അത് കേറിയില്ല. അതിനേക്കാളും മുമ്പേ ഉടായ്പ്. എന്തൊരു ഉടായ്പ്. ഇതൊക്കെ ഡിസർവിങ് ആണ് കേട്ടോ. ഇതിനെ കണ്ണും പൂട്ടിയെടുത്ത് അകത്തിരേണ്ട സാധനങ്ങളാ. അപ്പൊ കണ്ടപ്പോഴേ രഞ്ജിനിയുടെ ടീമാണെന്ന് അറിഞ്ഞപ്പോഴേ രഞ്ജിനി എന്റെ ഫേവറേറ്റ്. പക്ഷെ എഴുതി വെച്ചേക്കുന്നത് പേളിമണി. വേറെ ആരുടെ എഴുതി വെച്ചായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷെ രഞ്ജിനി ഫേവറേറ്റ് ആന്ന് പറഞ്ഞിട്ട് നീ പേളിമണിയുടെ അകത്ത് എഴുതി വെച്ചത് രഞ്ജിനിക്ക് സഹിക്കൂല. രഞ്ജിനിയുടെ ജന്മശത്രുവാണ്. എന്നിട്ട് കണ്ട് ഒരു ഉളുപ്പില്ലാതെ വന്ന് നിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചു 18 വയസ്സേ ഉള്ളു. +2 കഴിഞ്ഞപ്പോഴേ ഓടി ഇങ്ങാത്തോട്ടാണ് കയറിയത്. ഇവരുടെ അടുത്ത് പറയും നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും പറയാൻ വേണ്ടിയിട്ട്. സ്ട്രെങ്ത് പറയുന്ന കേട്ടോ. ഞാൻ പറയാൻ പോണത് എന്റെ സ്ട്രെങ്ത് ഞാൻ പറയാൻ പോകുന്നത്, അയ്യോ കരയല്ലേ. സ്ട്രെങ്ത് പറയുന്നത് തന്നെ കരഞ്ഞു മെഴുകിക്കൊണ്ടാണ്. ഇതൊക്കെ ഹൗസിൽ വന്നു കഴിഞ്ഞാൽ കരയാത്തൊരു ദിവസം പോലും കാണൂല. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കും. ആൻഡ് ഇവർക്ക് കൊടുക്കുന്ന മറ്റേ കുളങ്കര ടാസ്ക് ആണ്. വട്ടത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത്. ആൻഡ് ഫൈനലി ഓരോരുത്തർ ഇങ്ങനെ മാറ്റി അവസാനം 2 പേര് വന്നു. ഈ ചുവന്നുടപ്പെട്ട പെങ്കൊച്ചാണ് ജയിക്കുന്നത്. ഇവരാണ് ആ ഒരു ടാസ്ക് ജയിക്കുന്നത്. അവർക്കാണ് മറ്റേ സാധനം കിട്ടുന്നത്. ഇവർ 4 തവണ ട്രൈ ചെയ്തിട്ടാണ് ഈ അഗ്നി പരീക്ഷയെ തന്നെ കിട്ടിയത്. ഇവർക്ക് അവർ അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞാണ് അഖിൽമാരാറിന്റെ ടീം വരുന്നത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 5 ആണുങ്ങളും 1 പെങ്കൊച്ചും. ഈ പുള്ളി കൊള്ളാം, ഫണ്ണാണ്. യവനും കൊള്ളാമെന്ന് എനിക്ക് തോന്നി. കാര്യം ഇവന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി സംഭവമൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. മോനെ അതൊരു കണ്ടീഷനാണ്. നീ അതൊരു ഗുണമായിട്ട് കൊണ്ടു നടക്കണ്ട. കുറെ വ്യക്തിത്വം എന്ന് പറയുമ്പോഴത്തേക്ക് നീ ആരടാ? അന്യൻ അമ്പി റമോയാ? അതൊക്കെ വന്ന് പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇവരും ജോലി കളണ്ടാ വന്നേക്കുന്നത് കേട്ടോ. ആൻഡ് ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക് നാണ്ട മറ്റേ ബോള് കുതിപ്പിച്ച് ഗ്ലാസ്സിനകത്ത് ഇടുന്ന പരിപാടി. ഈ സാധനം ഇവനാണ് അതിനകത്ത് വിജയിക്കുന്നത്. അവൻ 10, 20, 21 ബോളെങ്ങാണ്ട് ഇടും. 10 സെക്കൻഡ് നിൽക്കുന്നവനെങ്ങാണ്ട് 12 ബോളെങ്ങാണ്ട് എടുത്തുള്ളൂ. അവനത് മൊത്തം അവനെ കൊടുത്ത ബോൾ മൊത്തം കുതിപ്പിച്ചതിനകത്ത് ഇട്ട്. പക്ഷെ കണ്ടിട്ട് അയ്യവാവ് സംസാരം ഒന്നും പോരാ. പ്രവൃത്തിയുണ്ട് പക്ഷെ സംസാരം പോരാ. ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം. പക്ഷെ അടിയുണ്ടാക്കാനോ തളക്ക് വിളിക്കാൻ തണ്ടക്ക് വിളിക്കാനോ ഒന്നും പോരായിട്ട് ഈ പയ്യനെ തോന്നി. അവന് സംസാരം ഒന്നും പുറത്തോട്ട് വരുന്നില്ല. അവനെ കൊണ്ട് അലറിക്കുകയൊക്കെ ചെയ്ത് ആ ഒരു സെറ്റപ്പാ. അപ്പം നിലവിൽ ഇത്രയും പേരാണ് മറ്റേ ഗെറ്റ് ഹൗസിൽ ഔട്ട് ഹൗസിൽ എന്ന് വെച്ചാൽ ഡേഞ്ചറസ് സോണിൽ കയറിയേക്കുന്നത്. ആൻഡ് ഈ 3 പേർക്കാണ്, ഇവർക്ക് 3 പേർക്കാണ് മറ്റേ മാല തൂക്കിയിടുന്ന ഇൻഫിനിറ്റി സാധനം കിട്ടിയേക്കുന്നത്. ഇവർക്ക് എന്തോ പവേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്രയായിരുന്നു ആ ഒരു എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നത്.
അതിന്റെ ഏറ്റവും അവസാനം ഇവർ ആദ്യം ഔട്ടാക്കി 20 പേർക്കൊന്ന് ഒരു ചാൻസ് കൂടെ കൊടുക്കും എന്നും പറയുന്നുണ്ട്. സോ ഫസ്റ്റ് എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കൂതറ ഒരു എപ്പിസോഡായിരുന്നു, ഉള്ള കാര്യം പറയല്ല. നമ്മൾ ഇത്ര ജോളിയായിട്ടൊക്കെ സംസാരിച്ചെങ്കിൽ പോലും ഇത് കണ്ടുതീർക്കപ്പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ജഡ്ജസിനൊന്നും ഒരു റോളില്ല. ഈ ഒരു എപ്പിസോഡിനകത്ത് കൂടുതലും സംസാരിക്കുന്നത് റെനീഷയാണ് ആ എപ്പിസോഡ് കൊണ്ടുപോയി. ഈ ജഡ്ജസിനെ വിളിച്ചു വരുത്തെങ്കിൽ ഇരുത്തേണ്ട, ഒരു വെറുതെ ഇങ്ങനെ സ്റ്റാമ്പ് പോലും ഇരുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ റെനീഷ വന്നിട്ടാ എടുക്കടാ കളിക്കടാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവരെ 3 പേരോടെ കൊണ്ടിരുത്തണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും റെനീഷയ്ക്ക് എന്തെങ്കിലും സംസാരിക്കുന്ന ആൾക്കാർ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടിരുത്തിയ പോലെയാണ് തോന്നിയത്. ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ റോൾ ഇനി വരുമായിരിക്കും. പക്ഷെ ഫസ്റ്റ് എപ്പിസോഡിൽ ഭയങ്കര ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും ഈ പറയുന്ന നമ്മുടെ 3 ജഡ്ജന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മൊത്തം അത് കൺട്രോൾ ചെയ്തതും അത് കൊണ്ടുപോയതും റെനീഷയായിരുന്നു. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബിഗ് ബോസിന്റെ കുറച്ച് ടാസ്കുകൾ കൊടുക്കണം എന്നുള്ളതാണ്. കാര്യം തമ്മിൽ തല്ലാനും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളക്കി വിളിക്കാൻ തന്നക്കി വിളി ആ രീതിയിലുള്ള ഇത് മറ്റേ പിള്ളേരുടെ അംഗനവാടി കൊടുക്കുന്ന ഒരു ടാസ്ക്. എന്തിനും ഇത് ഇങ്ങനെ കൊടുക്കുന്നത്? ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു ചതുർപ്പാണ്. അത് പോരാ. അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഗ്നി പരീക്ഷയാണ്. ഇത് അംഗനവാടി പരീക്ഷയായിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കരുത്. എനിക്കത് പറയുള്ളൂ. അഗ്നി ഉണ്ടാവണം, കാണുന്നവർക്ക് തോന്നണം അഗ്നി പരീക്ഷ. ഇത് പക്ഷെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് മറ്റേ അംഗനവാടി പരീക്ഷ പോലെയാണ്. എന്തിനു വെറുതെ ഇത് ഇങ്ങനെ 40 പേരെ വിളിച്ചു എടുത്തിട്ട് എൻ്റെ കുളം കര കളിപ്പിച്ചിട്ട് പറഞ്ഞു വിടുന്നത്? ഇന്നത്തെ പരിപാടി എന്തൊരു ടഫായിട്ട് കൊടുക്കണേ ചുമ്മാതെ. അവസാനം കൊടുക്കുമായിരിക്കും. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡല്ലേ ആയുള്ളൂ. നമുക്കങ്ങനെ വിലയിരുത്തി അടിച്ചാക്ഷേപിക്കാൻ പാടില്ല. പിന്നെ ബിഗ് ബോസിന്റെ അടുത്ത് കോസ്റ്റാറിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുള്ള, നാളെ തൊട്ട് മര്യാദയ്ക്ക് കറക്റ്റ് സമയത്ത് ഇടണം. ചുമ്മാ 1 മണിക്ക് 2 മണിക്ക് കൊണ്ടിട്ട് എൻ്റെ കുണം മാറ്റാൻ നിൽക്കരുത്. പിന്നല്ലാതെ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ. അപ്പോൾ ഇത്രയുമായിരുന്നടേ ഈ ഒരു എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നത്. വലിയ കാര്യമൊന്നുമില്ല. 1-2 പിള്ളേരൊക്കെ ഉള്ളായിരുന്നുണ്ട്. പിന്നെ നമ്മുടെ കരുനാഗപ്പള്ളിക്കാരി ചേച്ചി പെട്ടെന്ന് അങ്ങ് പോയ വിഷമമായിപ്പോയി. പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിലും ചേച്ചി കുറച്ച് ഞങ്ങളുടെ സ്ക്രീനിൽ നമ്മുടെ ഒരു കരുനാഗപ്പള്ളിക്കാരി ചേച്ചിയെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നി. പക്ഷെ കാര്യമൊന്നുമില്ല. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം നമ്മുടെ മറ്റേ ചാനൽ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബാക്കി നെക്സ്റ്റ് വീഡിയോ മൊത്തം അതിനകത്തായിരിക്കും വരുന്നത്. അപ്പം ശരിയെങ്കിൽ ബൈ.